വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു വിശ്വാസം നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഓർത്തെ ഈ ശതാധിപന്റെ വൃത്തിനെയൊക്കെ സൗഖ്യപ്പെടുന്ന ഒരു എപ്പിസോഡ് നമ്മൾ വായിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ ഒരു ചേച്ചിയെ സൗഖ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ പർട്ടിക്കുലർലി ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശതാധിപന്റെ വിശ്വാസമേ ഈശോയോട് ഇങ്ങനെ ആളയച്ചൊക്കെ പറയുന്നുണ്ട്, അങ്ങന്റെ വീട്ടിലോട്ടൊന്നും വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഒരു പിന്നെ എളിമപ്പെടുക മാത്രമൊന്നുമല്ല, അയാൾ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കർത്താവേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പയ്യൻ എൻ്റെ വൃത്തിൽ സുഖം പ്രാപിക്കും. ഈ ഒരു വിശ്വാസത്തെ ഈശോ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതായത് ഈശോ ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത് കൺമുമ്പിൽ വന്ന് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, ആ വാക്ക് എനിക്ക് സൗഖ്യം തരും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്നുള്ള ഒരു വലിയ ഹൈപ്പർ ലെവൽ വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ ഈശോ ഒത്തിരി അധികമായിട്ട് മാനിക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു വിശ്വാസമാണ്. 2026 കർത്താവേ, ഇതേ ജനുവരിയിൽ നടക്കേണ്ട സ്വപ്നങ്ങളുണ്ട്, മാർച്ചിൽ നടക്കേണ്ട സ്വപ്നങ്ങളുണ്ട്, സെപ്റ്റംബറിൽ കിട്ടേണ്ട ഒരു ഉത്തരവുണ്ട്. ഇത് ഇവിടം വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ അങ്ങയുടെ ഒരു വാക്ക് മതി. ആ വാക്ക് എന്താണ്? നമ്മൾ അനുദിനം വായിക്കുന്ന ഈശോയുടെ വചനം, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഈ ഈശോയിലുള്ള നമ്മുടെ ഒരു മുറുകെ പിടിച്ച് അള്ളിപ്പിടിച്ചൊരു വിശ്വാസം, ആ വിശ്വാസത്തെ ഈശോ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൺമുമ്പിൽ അത്ഭുതം കണ്ടില്ലേലും ഈശോയുടെ ആ വചനത്തെ വിശ്വസിച്ച് ഈശോ എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നുള്ള ഒരു വിശ്വാസം.